ഇവിടെ ഗവർണർ രാജ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തുക എന്നത് ജനാധിപത്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്. ഇത് അതേ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വില കൽപ്പിക്കാതെ ഭരണത്തിൽ നേരിട്ട് ഇടപെടുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ്. സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം കൈയാളാനുള്ള ശ്രമം അപഹാസ്യമായ ഒന്നാണ്. സംസ്ഥാനത്ത് പോലീസ് മേധാവിയെ ഗവർണർ നിയന്ത്രിക്കുന്നത് പോലീസ് ഭരണം RSSൻ്റെ കാൽ കീഴിൽ അടിയറ വെക്കുന്നതിന് സമമായിട്ടുള്ളതാണ്. ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങളെ ഗവർണർ വെല്ലുവിളിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാവുന്നില്ല, ഭയപ്പെടുകയാണ്. LDF ഭരണകാലത്ത് രാജ്ഭവൻ്റെ അന്ന് നിന്നുള്ള കൈകടത്തലുകളെ ഭരണഘടനാപരമായ പ്രതിരോധത്തിലൂടെയാണ് ഇടതുപക്ഷം അന്ന് നേരിട്ടത്. അന്ന് മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന് കത്തെഴുതുകയും ഉദ്യോഗസ്ഥരെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് നാം കാണണം. ഇതൊരക്ഷരം പറയാൻ VD സതീശൻ തയ്യാറില്ല. ഒരു ഗവർണർ രാജ് കേരളത്തിൽ നടപ്പിലാക്കാൻ, അത് RSSൻ്റെ കീഴിലാണ് ഞങ്ങൾ എന്ന കാര്യം ഒന്നുകൂടി ഗവർണർക്ക് ഈ നിലപാടിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം VCമാരുടെ RSS വിധേയത്വമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ VCമാരുടെ നിയമനം, താൽക്കാലിക VCമാരായാലും VCമാരായാലും അവരുടെ നിയമനം യഥാർത്ഥത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ അജണ്ടകളെ UDF സർക്കാർ പ്രതിരോധിക്കാതെ സർവകലാശാല വൈസ് ചാൻസലർ RSS വേദികളിലെ സ്ഥിരം സന്നദ്ധരായി സാന്നിധ്യമായി അതിലെ പങ്കാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കാണുന്നത്. സംഘപരിവാർ വിഭാഗത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ നടപടി തങ്ങളെ തടയാൻ ആരുമില്ലെന്ന ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ പരാമർശം അമ്മയെ അറിയാത്തവരാണ്, അമ്മയാണല്ലോ അറിയാത്തവരാണ് വന്ദേ മാതരം എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSSന് വേണ്ടി എന്തും പറയാൻ യാതൊരു മടിയില്ലാത്ത VCമാരായിട്ട് മാറുന്നു. കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രത്തെ വണങ്ങാനും ഈ വൈസ് ചാൻസലർക്ക് ഒരു മടിയും ഇല്ല. അതുപോലെ തന്നെ പ്രതീകാത്മകമായ രീതിയിൽ കുട്ടികൾ നടത്തിയിട്ടുള്ള പ്രചരണപരമായ സമരത്തെ അത് VCയുടെ സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച് കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനാണ് ഗവർണർ ഉൾപ്പെടെ കൂട്ടുനിന്നത്. ഇവിടെ കേരളത്തിൽ സാംസ്കാരിക രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലരും പണ്ടും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അത് VCക്കെതിരായിട്ടുള്ള ശവസംസ്കാര ചടങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണയുണ്ടാക്കി കുട്ടികൾക്ക് നേരെ കേസും കടന്നാക്രമവും നടത്താനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.